പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് 15ാമത് ദിവസമാണ്. നമ്മുടെ യാത്ര പകുതി ഭാഗം നാം പിന്നിടുകയാണ്. ലക്ഷ്യം കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ട്. ലക്ഷ്യം തെറ്റാതെ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ തീഷ്ണതയോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ യേശുക്രിസ്തുവിന്റെ തിരുഹൃദയത്തിൽ പ്രവേശിച്ച് സുരക്ഷിതരാകാൻ നമുക്ക് ആഗ്രഹിക്കും. അതിനുവേണ്ടി നമ്മെ തന്നെ തീവ്രമായി ഒരുക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷകൾ അനുഗ്രഹകരമായി തീരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ ഉറപ്പിക്കുന്നതിന് ആവശ്യമാകുന്ന ആ മാർഗങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിൽ കണ്ടെത്താൻ ശ്രമിക്കും. ഇന്നത്തെ ശുശ്രൂഷകൾ മഹത്വത്തിന്റെ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, ഉയർപ്പ് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം തേടുകയും ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധ അമ്മേ എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ.
പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ. എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. കർത്താവേ, കർത്താവേ, എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവീൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേലാഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ ദുർഭഗാവസ്ഥയെ പറ്റിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചത്. നാം ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല. ആഗ്രഹിക്കാത്തവയ്ക്ക് നാം അടിപ്പെട്ടു പോവുകയാണ്. തീർച്ചയായും അതിന് പരിഹാരം നാം കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കാവുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള ആ മാർഗങ്ങൾ, ആ വിഭവങ്ങൾ നാം തീർച്ചയായും ഉപയോഗിക്കും. ആത്മീയമായ സമ്പത്ത് നാം ഉപയോഗിക്കും. ഇവിടെ നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ശിഷ്യൻ തന്റെ ജീവിതം പണിയേണ്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. ഒരു വിശ്വാസി തീർച്ചയായും ഓരോ വിശ്വാസിയും സാക്ഷ്യം നൽകുന്നവനാണ്, സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവനാണ്. ഉറച്ച അടിസ്ഥാനത്തിൽ ജീവിതത്തെ പണിയുക എന്നുള്ളതാണ് ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കുന്നതിന് ആവശ്യമായിരിക്കും. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണിയാനുള്ള കെട്ടിടത്തിന്റെ വലിപ്പം അനുസരിച്ച്, ഉയരമനുസരിച്ച് അടിത്തറ നിർമ്മിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്.
നാം എത്രമാത്രം ഫലം പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുന്നു, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം ബലപ്പെടുത്തണം. പക്ഷെ അടിത്തറയുടെ മുതൽ മുടക്ക് ആർക്കും അറിയില്ല, എത്രമാത്രം ആഴത്തിൽ പോയിട്ടുണ്ട് എന്ന്. അതിൻ്റെ ദൃശ്യഭംഗി, ആ കെട്ടിടത്തിന്റെ ദൃശ്യഭംഗി അപ്രസക്തമാണ്. അടിത്തറയില്ലെങ്കിൽ ദൃശ്യഭംഗി താൽക്കാലികം മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന ഏച്ചുകെട്ടുകളിൽ നാം ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല. മൂന്നാമതായി, ഉണ്ടാകാൻ ഇടയുള്ള അപകടങ്ങളെ നാം മുൻകൂട്ടി കണ്ട് അതിനുള്ള മുൻകരുതലുകൾ നാം സ്വീകരിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കെട്ടിടം പണിയുമ്പോൾ ഭൂകമ്പ സാധ്യതയുണ്ടെങ്കിൽ അതനുസരിച്ചാണ് കെട്ടിടം പണിയേണ്ടത്. ചതുപ്പ് പ്രദേശമാണെങ്കിൽ അതിനനുസരിച്ചാണ്, അതിനെ ഉറപ്പിച്ചു നിർത്തത്തക്കവണ്ണമാണ് പണിയേണ്ടത്. മണൽപ്പുറമാണെങ്കിൽ അതനുസരിച്ചാണ്. ഇളക്കമുള്ള മണ്ണാണെങ്കിൽ നമ്മൾ പറയും പൈലിംഗ് അടിക്കണം എന്ന് പറയും. നമ്മുടെ ഭവനത്തെ ഉറപ്പിച്ചു നിർത്താൻ മറ്റുള്ളവരറിയാതെ, മറ്റുള്ളവർക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആഴങ്ങളിലേക്ക് നാം കടന്നുപോയി അവിടെ ആ അടിത്തറ ഉറപ്പിച്ചാലേ ഏത് പ്രതികൂലത്തെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകൾ, ഇന്നീ കാലഘട്ടത്തിൽ തന്നെ ഉയരുന്ന കൊടുങ്കാറ്റുകളുണ്ട്. ദൈവം എവിടെ എന്ന് ചോദിക്കുന്നവർ, കൂദാശകൾക്ക് അർത്ഥമെന്ത് എന്ന് ചോദിക്കുന്നവർ, ഈ ധ്യാന മന്ദിരങ്ങൾ എന്തിന് എന്ന് ചോദിക്കുന്നവർ, ഇവിടെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് എന്തിന് എന്ന് ചോദിക്കുന്നവർ. ഇത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ അതിജീവിക്കുന്നതിന് ആവശ്യമാകുന്ന ആ ഒരു ആഴം, ആ ഒരു ഉറപ്പ്, ആ ഒരു കരുത്ത് നാം ആർജിക്കണം. അതാണ് ആദിമസഭ പാറമേൽ പണിയപ്പെട്ടു. അത് വചനത്തിൽ അധിഷ്ഠിതമായിരുന്നു, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു, കൂട്ടായ്മ ബലപ്പെട്ടു, സാക്ഷ്യം നൽകുന്ന സമൂഹമായിരുന്നു. സങ്കീർത്തനം 18:46, കർത്താവ് ജീവിക്കുന്നു, എന്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ അധിഷ്ഠിതമായി പണിയുക. 1 കോറിന്തോസ് 10:4, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തു തന്നെ, യേശു ക്രിസ്തു തന്നെ. യേശു ക്രിസ്തുവിൽ അടിത്തറയിട്ട് പണിയുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ അടിത്തറ ഉറപ്പിക്കാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയുക, വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വരിക, ആ വ്യക്തിബന്ധം ആഴപ്പെടുക. ഒരിക്കൽ കാണുന്നവൻ തീർച്ചയായും അദ്ദേഹവുമായി വ്യക്തിബന്ധം ആഴപ്പെടണമെന്നില്ല. വല്ലപ്പോഴും കണ്ടുമുട്ടുന്ന വ്യക്തികളുമായും നമ്മുടെ ബന്ധം ആഴപ്പെടണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ഓടിപ്പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധവും ആഴപ്പെടണമെന്നില്ല. ഏത് തരത്തിലുള്ള ബന്ധമാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ആഴപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ഓരോ ദിവസവും, ഓരോ നിമിഷവും അവര് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒരു ജൈവ ബന്ധം, യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ജൈവ ബന്ധം, നിലനിൽക്കുന്ന ഒരു ബന്ധം നമുക്കുണ്ടാവണം. ആ ബന്ധം യഥാർത്ഥത്തിൽ മൗലികമായ ഒരു ബന്ധമായി തീരുന്നത് ആ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം രൂപാന്തരപ്പെടാനിടയായി തീരുമ്പോഴാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതം നമ്മെ സ്വാധീനിക്കാനിടയായി തീരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 7:24 നാം വായിച്ചു കേട്ടു. എന്റെ വചനം ശ്രവിക്കുകയും, അതാണ് എന്റെ വചനം ശ്രവിക്കുന്നവൻ, എന്റെ വചനം കേൾക്കുക മാത്രമല്ല, എന്റെ വചനം സ്വീകരിക്കുന്നവൻ, എന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവൻ, അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ. 24-ാമത്തെ വചനം B, അത്
ആഴത്തിൽ അടിത്തറ കണ്ടെത്താൻ സാധിക്കുന്ന ജീവിതം പണിയാൻ സാധിക്കും. അതുപോലെ തന്നെ 21-ാമത്തെ വചനം, 7-ാം അധ്യായം 21-ാമത്തെ വചനം, ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാമത്തെ വചനം നമുക്ക് മനപ്പാഠം അറിയാവുന്നതാണ്. ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെടുകയാണ്. ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെടുന്നത്? തന്നെ പ്രസംഗിക്കാനാണ്, പിശാചുകളെ ബഹിഷ്കരിക്കാനാണ്. തീർച്ചയായും പൈശാചികമായ ഒരു ശക്തി നമ്മെ നിരന്തരം വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പോരാട്ടം മനുഷ്യർക്കെതിരെ അല്ല, മറിച്ച് പിശാചിനെതിരെയാണ്, ഈ അന്ധകാര ശക്തികൾക്കെതിരെയാണ്. ഈ ശക്തിക്കെതിരെയുള്ള പോരാട്ടത്തിൽ യേശുവിനെ കൂടെ നിർത്തുക, യേശുവുമായുള്ള വ്യക്തിബന്ധത്തിലായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ എനിക്ക് പ്രസംഗിക്കാനും പിശാചുകളെ ബഹിഷ്കരിക്കാനും സാധിക്കുന്നത് എപ്പോഴാണ്? തന്നോടുകൂടി ആയിരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്. യേശുക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നവന് മാത്രമാണ് ശിഷ്യത്വത്തിൽ വളരാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പാദത്തിങ്കൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആ മുഖതാവിൽ നിന്ന് തന്നെ ചൈതന്യം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ശിഷ്യനാണ് യഥാർത്ഥത്തിൽ പ്രസംഗിക്കാൻ സാധിക്കുന്നത്, സാത്താന്റെ മേൽ വിജയം നേടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നോടൊപ്പമായിരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 14-ാമത്തെ വചനം, 14 മുതലുള്ള വചനം, അവിടെ യേശു കടന്നു വരുമ്പോൾ വലിയ തർക്കം കേൾക്കുന്നു, വലിയ വാദപ്രതിവാദങ്ങൾ കേൾക്കുന്നു. ഒരു പിതാവും മകനെയും കൊണ്ടുവന്നിരിക്കുകയാണ്, പിശാച് ബാധിച്ച മകനെയും കൊണ്ടുവന്നിരിക്കുന്നു. അവിടെ സൗഖ്യം നടക്കുന്നില്ല, വാദപ്രതിവാദങ്ങളുണ്ട്. പലപ്പോഴും ഈ ഏറ്റുമുട്ടലുകളും വാദപ്രതിവാദങ്ങളും ഉണ്ടാകുന്നു, അവിടെ അവസാനിക്കാനിടയായിത്തീരുന്നു. കാരണം എന്താണ്? തിന്മയുടെ ശക്തിയെ ആട്ടിയകറ്റാൻ തക്ക ആത്മീയമായ ഒരു ശക്തി നമുക്ക് ആർജിക്കാൻ സാധിക്കുന്നില്ല. അതിനടിസ്ഥാനമായി നിൽക്കുന്നത് കർത്താവ് തന്നെ പറയുന്നു, വിശ്വാസക്കുറവ്. വിശ്വാസക്കുറവ്, അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ കുറവ്. വിശ്വാസക്കുറവ്, പ്രാർത്ഥനയുടെ കുറവ്. മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം ആ സംഭവം വിശദമായി വായിക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് യേശുക്രിസ്തുവുമായുള്ള ബന്ധം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി ആവശ്യമായിരിക്കുന്നത്. അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം സമയം കണ്ടെത്തണം. ദൈവസന്നിധിയിലായിരിക്കാൻ നാം സമയം കണ്ടെത്തണം. നിരന്തരം സ്വർഗത്തോടുള്ള ഒരു ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കണം. അതിന് പരിശുദ്ധ അമ്മ തീർച്ചയായും നമ്മെ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. പരിശുദ്ധ അമ്മ ഈ ഒരു ബന്ധം നിലനിർത്തി. എന്തുകൊണ്ട് സാധിച്ചു? പരിശുദ്ധാത്മാവ് അവളെ നയിച്ചു എന്നുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് അവളെ നയിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അവൾക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏർപ്പെടാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഈ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. നമ്മിൽ പരിശുദ്ധാത്മാവുണ്ട് എന്ന് ഉറപ്പാക്കുക. വീണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല, എന്നാൽ എന്നിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. നമ്മളിൽ നിന്നും നിരന്തരം ഉണ്ടാകുന്ന നെടുവീർപ്പുകൾ പോലും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാണ്. അത് ദൈവോന്മുഖമായി മാറണമെങ്കിൽ പലപ്പോഴും എന്താണ്? ദൈവോന്മുഖമായി അത് മാറുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അത് ശക്തിയുടെ ഒരനുഭവമാക്കി രൂപാന്തരപ്പെടുത്താൻ സാധിക്കാതിരിക്കുന്ന നമ്മളിലുണ്ടാകുന്ന നെടുവീർപ്പുകൾ പോലും ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകളാക്കി മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന്
ഈ പ്രാർത്ഥനയുടെ ദൈവാനുഭവത്തിന്റെ പാഠം നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ഉൾക്കൊള്ളണം. മന്ദതയുടെ അനുഭവത്തിൽ നിന്നും ഈ ദുർഭകാവസ്ഥയിൽ നിന്നും നമുക്ക് മോചനം നേടാൻ, ആന്തരികമായ സമാധാനവും സന്തോഷവും നിരന്തരം അനുഭവിക്കാൻ നമുക്ക് അമ്മയോട് ചേർന്നിരുന്ന് സ്വർഗത്തിന്റെ സ്വരം സ്വീകരിക്കാനും സ്വർഗത്തിന്റെ അഭിഷേകം സ്വീകരിക്കാനും പരിശ്രമിക്കാം. കാരുണ്യവാനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും
അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ക്രിസ്താനുകരണം പുസ്തകം 3 അധ്യായം 8. ദൈവദൃഷ്ടിയിൽ നാം ഹീനരാനെന്നുള്ള ബോധം. ചാമ്പലും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കും. ഇതിലുപരിയായി എന്നെ ഞാൻ കരുതുകയാണെങ്കിൽ അങ്ങ് എനിക്കെതിരായി നിൽക്കും. എൻ്റെ അകൃത്യങ്ങൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ എനിക്ക് മറിച്ച് ഒന്നും പറയാൻ വയ്യ. ആത്മാഭിമാനം പാടെ പരിത്യജിച്ച് യാഥാർത്ഥ്യത്തെ ആസ്പദമാക്കി ഞാൻ ഹീനനും ശൂന്യവുമായ പാഴ്പ്പൊടി തന്നെയെന്നും ബോധവാനായാൽ അങ്ങയുടെ അനുഗ്രഹം എനിക്ക് അനുകൂലമാകും. അങ്ങയുടെ പ്രകാശം എൻ്റെ ഹൃദയത്തെ സമീപിക്കും. എത്ര ലഘുവായിരുന്നാലും എല്ലാ അഭിമാനവും ശൂന്യതയുടെ താഴ്വരയിൽ അടിയുകയും നിത്യമായി നശിക്കുകയും ചെയ്യും. അവിടെയാണ് ഞാൻ എന്താകുന്നുവെന്നും ഞാൻ എന്തായിരുന്നുവെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും അങ്ങ് എന്നെ കാണിച്ചു തന്നത്. ഞാൻ ശൂന്യപ്രായനാണല്ലോ, എന്നാൽ ഞാനത് അറിഞ്ഞില്ല. എന്നെ എൻ്റെ ശക്തികളിൽ തന്നെ ഏൽപ്പിച്ചു വിടുകയാണെങ്കിൽ ഞാൻ വെറും ശൂന്യവും ദൗർബല്യവും തന്നെ. എന്നാൽ അങ്ങനെ കടാക്ഷിക്കുകയാണെങ്കിൽ തൽക്ഷണം ഞാൻ ശക്തിയാർജിച്ച് നവമായ ആനന്ദത്തിൽ അമരുകയായി. എൻ്റെ ഭാരത്താൽ തന്നെ സദാ ആഘാതത്തിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന എന്നെ അങ്ങ് പെട്ടെന്ന് പൊക്കിയെടുത്ത് കാരുണ്യപൂർവ്വം ആശ്ലേഷിച്ചു. ഇത് തികച്ചും ആശ്ചര്യകരമാണ്. അനേകം ആവശ്യങ്ങളിൽ എനിക്ക് സഹായകമായിട്ടുള്ള അങ്ങയുടെ സ്നേഹമാണ് ഇങ്ങനെ ചെയ്തത്. ഗുരുതരമായ പല അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചതും നിരവധി തിന്മകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചതും. വാസ്തവം പറയുകയാണെങ്കിൽ ആ സ്നേഹം തന്നെ അത്രേ. തികച്ചും സൗജന്യമായി കാലേക്കുട്ടി പ്രവർത്തിച്ചതാണത്. കുറ്റകരമാം വിധം എന്നെ തന്നെ സ്നേഹിച്ചതിനാൽ ഞാൻ നശിച്ചു. അങ്ങയെ മാത്രം അന്വേഷിച്ച് സ്നേഹിച്ചതുകൊണ്ട് എന്നെയും അങ്ങയെയും ഞാൻ കണ്ടെത്തി. ഈ സ്നേഹം കൊണ്ട് തന്നെ എൻ്റെ ശൂന്യതയെ കൂടുതൽ ഗ്രഹിക്കുന്നതിനും സാധിച്ചു. എത്രയും മാധുര്യവും നിറഞ്ഞവനെ, എനിക്ക് ആശിക്കാനോ അപേക്ഷിക്കാനോ ധൈര്യപ്പെടാവുന്നതിനേക്കാൾ എൻ്റെ യോഗ്യതകളേക്കാൾ ഉപരിയായി അങ്ങ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. യാതൊരു നന്മയ്ക്കും ഞാൻ അർഹനല്ലെങ്കിലും അനന്തകാരുണ്യശാലിയും ഉദാരശീലനുമായ അങ്ങ് കൃതജ്ഞതാപൂർവം അങ്ങയിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവരെ ഒരിക്കലും അനുഗ്രഹിക്കാതിരിക്കുന്നില്ല. ഞങ്ങൾ നന്ദിയും ഭക്തിയും എളിമയുമുള്ളവരാകാൻ അങ്ങയിലേക്ക് ഞങ്ങളെ തിരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ രക്ഷയും ശക്തിയും ധൈര്യവുമാണല്ലോ. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിക്കുകയും കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തുകയും ചെയ്ത കർത്താവായ യേശുവേ, എന്നെ തന്നെ ജീവിത കേന്ദ്രമാക്കുന്ന സ്വയോന്മുഖതയിൽ നിന്ന് എന്നെ വീണ്ടെടുക്കണമേ. നന്മയും തിന്മയും സ്വയം തീരുമാനിക്കാനും ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് പോലുമുള്ള ആത്മസ്നേഹത്തിൽ നിബദിക്കാനും എനിക്കിടയാക്കരുതേ. അധികാരമോഹം, പ്രശസ്തിക്കുള്ള ആഗ്രഹം, അംഗീകാരത്തിനും പരിഗണനയ്ക്കുമുള്ള ദാഹം എന്നീ സ്വയോത്മക സ്വഭാവത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ താല്പര്യങ്ങൾക്കുപരി ദൈവമഹത്വം മുഖ്യ ലക്ഷ്യമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങേ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച യേശുവേ, നിന്റെ ഈ മനോഭാവത്തിലേക്ക് എന്നെ വളർത്തണമേ. പരിശുദ്ധ മാതാവേ, നിന്നോടൊപ്പം എന്നെയും ദൈവത്തിനു നൽകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മാലാഖമാരുടെ കാവലും എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.